പുതിയ ഒരു സർക്കാർ വലിയ സ്വാഭാവികമായും ഒരു 10 വർഷത്തിന് ശേഷം വരുന്നൊരു സർക്കാരാണ്. അപ്പോൾ എല്ലാവരും എല്ലാ മേഖലയും അത് വ്യാവസായികമായാലും എല്ലാ മേഖലയും വലിയ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. ഇടത് സർക്കാരിൻ്റെ കാലത്ത് ആയിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചത്. ആദ്യത്തെ ഭാഗത്തൊക്കെ എല്ലാവർക്കും തോന്നലുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇടത് സർക്കാരാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. കാര്യം ആദ്യം ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഇടത് സർക്കാരായിട്ട് വർക്ക് ചെയ്യാൻ പാടാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞങ്ങൾക്ക് അതിനകത്ത് ഒരു രീതിയിലുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുമോ ഒന്നും നമ്മൾ ചെയ്തില്ല. നമുക്ക് ട്രാൻഡം ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, അന്ന് ഏത് സമയത്ത് നമ്മൾ നോക്കുമ്പോൾ UDF ആയാലും LDF ആയാലും കാലാകാലങ്ങൾ വരുമ്പം തലസ്ഥാനം എന്ന നമ്മൾ ഒരു നഗരിക്കകത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പം ഈ മഹാരാജാവിൻ്റെ കാലത്ത് ശ്രീ ചിത്രനാഥ് മഹാരാജാവ് ഭരിച്ച കാലത്താണ് 1931 മുതൽ 1949 വരെ 18 വർഷം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ നോക്കുന്ന മേജർ റിഫോംസ് ആയാലും നമ്മൾ ഇൻഡസ്ട്രി ആയിട്ടും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറായിട്ടും ഹെൽത്ത് സെക്ടറിൽ ആർട്ട് ആൻഡ് കൾച്ചർ സോഷ്യൽ സെക്ടർ എഡ്യൂക്കേഷൻ ടൂറിസം ഏറ്റവും കൂടുതൽ ചേഞ്ചസും അവർ കൊണ്ടുവന്ന പല മേഖലയിലുള്ള കംപ്ലീറ്റ് ഫാക്ടറീസ് വരെ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 1956 ശേഷം കേരള സർക്കാർ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വന്ന ശേഷം തലസ്ഥാന നഗരിക്ക് കിട്ടേണ്ട പ്രാധാന്യം കിട്ടാറില്ല. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച ശേഷം നമ്മൾ തീരുമാനിച്ചു, നമ്മൾ ഈ വന്ന 10 വർഷം നമുക്ക് അതിലോട്ട് ഫോക്കസ് ചെയ്താലേ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് വരും. ഇൻവെസ്റ്റേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് ആൾക്കാർ ജോലി സാധ്യത കൂട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ, സർക്കാരിന് വരുമാനം കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇരിക്കുന്ന നിലവിലുള്ള മെമ്പേഴ്സിനും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം. അങ്ങനെ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്ത് പോയി. ആദ്യ കാലത്തൊക്കെ ഇതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം പലർക്കും ഞങ്ങളുടെ ഈ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രാധാന്യം എന്താണ് ആർക്കും അറിയത്തില്ല. അവർ വിചാരിക്കുന്ന ഏതൊരു സംഘടന എന്ന് മാത്രമേ. പക്ഷെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ആണ് ഏറ്റവും വലിയൊരു ട്രേഡ് ബോഡി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ ലെവലിലോട്ട് എത്താനായിട്ട് നമ്മൾ ആദ്യം മുതലേ ശ്രമിച്ചു. നമ്മൾ സർക്കാരിനെ കോൺഫിഡൻസ് എടുത്തു, രാഷ്ട്രീയ പാർട്ടികളെ കോൺഫിഡൻസ് എടുത്തു, പല രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു, ബ്യൂറോക്രാറ്റ്സിനെ. അങ്ങനെ നമ്മൾ എടുത്ത് വന്ന ശേഷമാണ് നമ്മൾ നോക്കുമ്പം തിരുവനന്തപുരത്ത് വരുന്നിരിക്കുന്ന കംപ്ലീറ്റ് മാറ്റങ്ങൾ, വികസന മാറ്റങ്ങൾ. ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം പോർട്ടായാലും ശരി, നമ്മുടെ എയർപോർട്ടിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ IT മേഖലയിലുള്ള മാറ്റങ്ങൾ, മെഡിക്കൽ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അങ്ങനെ പല കാര്യത്തിലും നമ്മൾ ശരിക്കും അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പ്രവർത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫ്രൂട്ട്സ് ഇപ്പോൾ ബാർ ചെയ്ത് തുടങ്ങി. ഇനി പുതിയ സർക്കാർ വന്നു. പുതിയ സർക്കാർ വരുമ്പം പുതിയ സർക്കാർ പ്രസൻറ്റ് ചെയ്ത ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് കണ്ടത് ഒരു ഫിലിം സിറ്റിക്ക് വേണ്ടി 100 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു. അതിന് JC ഡാനിയലിൻ്റെ പേരിലാണ് ആ ഫിലിം സിറ്റി ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ചിത്രാഞ്ജലി ഫിലിം സിറ്റിയുടെ അവിടുത്തെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സർക്കാർ മാറുന്നതിന് 1 മാസം മുമ്പാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്ലീഷനിൽ അതിൽ കംപ്ലീറ്റ് പണി തീർത്ത് ഇനോഗ്രേറ്റ് ചെയ്തു. JC ഡാനിയലിൻ്റെ പ്രതിമ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത്രയും വലിയൊരു ചിത്രാഞ്ജലി സ്റ്റുഡിയോ നമുക്ക് തിരുവനന്തപുരത്തുള്ളപ്പം ആദ്യം അതിനല്ലേ ഊന്നൽ കൊടുത്തിട്ട് തീർക്കേണ്ടത്, അതിനാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടതും. ഇരിക്കുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് കിട്ടേണ്ട എല്ലാ രീതിയിലുള്ള ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജ് തീർത്ത ശേഷം നമുക്ക് വേറൊരു ഫിലിം സിറ്റി ഉണ്ടാകുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഉള്ള ഒരു സാധനത്തിനെ പകുതി വഴി ഇട്ടിട്ട് വേറൊരു ഫിലിം സിറ്റിയിലോട്ട് പോകാതിരിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനകത്ത് അഭ്യർത്ഥിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ CM ഇത് പറയാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ലക്ഷ്യം അതിന് തന്നെ കൊടുക്കണം. അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് വെച്ചോ. കാര്യം നമുക്ക് എല്ലാ സ്ഥലത്തും ഫിലിം സിറ്റി വരുന്ന കേരളത്തിൻ്റെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ലെറ്റ് us have ഫിലിം ടൂറിസം, നോ പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം വന്ന ഒരു കാര്യം, നമുക്ക് ഒരു മെട്രോയുടെ കാര്യത്തിൽ പുറകെ നമ്മൾ നടക്കുമായിരുന്നു. സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒരു ലൈറ്റ് മെട്രോ ആണ് എന്ന് പറഞ്ഞു. ലൈറ്റ് മെട്രോ പറഞ്ഞാൽ മെട്രോ ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്കൊരു മെട്രോയേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയിൽ വന്ന അതേ മെട്രോയിന് തിരുവനന്തപുരത്തും കോഴിക്കോട് വരണം. ഇതാണ് ഞങ്ങളുടെ ഒരു അവകാശം, ഞങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു സാധനം അത് തെറ്റാണെന്നും അത് ലൈറ്റ് മെട്രോ അല്ല, നമുക്കൊരു മെട്രോ വേണമെന്നുള്ള അതിൻ്റെ സർക്കാരിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന പുതിയ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് വേണ്ട തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യം വെച്ച് നമുക്ക് ഏറ്റവും ഇറക്കമുള്ള പട്ടണമാണ്.
അപ്പം സിറ്റിക്കകത്ത് നടുക്കൂടെ പോകുന്ന സ്ഥലത്ത് ഭൂമിയുടെ അടിയിൽ കൂടെ തന്നെ മെട്രോ പോകണം. കാര്യം ഇന്ന് അണ്ടർഗ്രൗണ്ട് മെട്രോയ്ക്ക് ഒരു രീതിയിലും നമുക്ക് ഇപ്പം ആൾക്കാർ പറയുന്ന ടണലിങ് കോസ്റ്റ് അത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ അതൊക്കെ മാറി. ഇന്ന് ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടെക്നോളജി വെച്ചിട്ട് സിറ്റിക്കകത്ത് കൂടെ പോകുന്ന മെട്രോ ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്നതും അല്ലാത്ത സ്ഥലത്ത് മേൽക്കൂടെ പോകുന്നതും ഒരു കുഴപ്പമില്ല. ഭൂമിയുടെ അടിയിൽ കൂടെ പോയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രോബ്ലം എവിടെയെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നമ്മൾ കണ്ട പോലെ ഈ മെട്രോയുടെ പണി നടക്കുമ്പോൾ 2 വശത്തുള്ള കടക്കാർ അടച്ചു പൂട്ടിയിട്ട് പോയി. അപ്പോൾ 2 കടക്കാർ അടച്ചു പൂട്ടിയിട്ട് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് സെയിം സിറ്റുവേഷൻ അവിടെ കണ്ട ഒരു കാര്യം, നമ്മൾ ഒരു മെട്രോ അവിടെ പണി നടക്കുന്ന സമയത്ത് കൊച്ചി കണ്ട ബുദ്ധിമുട്ടൊന്നും നമ്മളിവിടെ വരാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് മെട്രോ എടുത്താലും നമുക്ക് നമ്മൾ ലാൻഡ് എക്വിസിഷൻ വരുന്നു, ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നു. അതിന് ഇന്നത്തെ നിലയിൽ സിറ്റിക്കകത്ത് കൂടെ പോകുന്ന ഭൂമിക്ക് അമിതമായിട്ട് വിലയാണ്. അപ്പോൾ സർക്കാരിന് ആ വില കൊടുക്കാതെ അതിൻ്റെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഭൂമിയുടെ അടി കൂടെ കൊണ്ടുപോയാൽ സർക്കാരിന് വലിയ നേട്ടമാണ്. ഒന്ന്, ഒരു തടസ്സമില്ലാതെ പണി നീങ്ങും, കടക്കാർക്ക് 2 വർഷത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, പിന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള കാശിന് വലിയ വക മാറ്റി വെക്കേണ്ട കാര്യം വരത്തില്ല. ഈ കാര്യങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടേം. പിന്നെ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഹൈവേ തീർക്കുക എന്നുള്ളതാണ്. കാര്യം നമുക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഹൈവേ കഴിഞ്ഞ സർക്കാർ പണിഞ്ഞ ഒരു സ്റ്റേജ് വരെ എത്തിച്ചിട്ടുണ്ട്. അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട് തിരുവനന്തപുരം മുതൽ ചേർത്തല വരെയുള്ള ഹൈവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാത്ര കുറച്ചുകൂടി സുഖകരമാക്കിയാൽ അതിന് നമുക്ക് ആക്സിഡൻറ്റ് റേറ്റും കുറയ്ക്കാം, ഗുഡ്സ് മൂവ്മെൻറ്റ് നടക്കും, പല കാര്യങ്ങളും നടക്കും. അത് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, റെയിൽവേയുടെ ഭാഗത്ത് സർക്കാർ സെമി ഹൈ സ്പീഡ് കോറിഡോർ കൊണ്ടുവരുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് കൊണ്ടുവരുന്നു. കാരണം ഇപ്പോൾ ഇന്ന് വന്ദേ ഭാരത്തിൽ പോയ ശേഷം പല ആൾക്കാർക്കും മനസ്സിലായി ഹൈ സ്പീഡ് കോറിഡോറിലോ അല്ലെങ്കിൽ വന്ദേ ഭാരത്ത് പോകുന്ന സ്പീഡിൽ തന്നെ നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റിയാൽ നമുക്ക് വണ്ടി പോലും എടുക്കേണ്ട കാര്യമില്ല. അത്രയും ആൾക്കാർ അതിൽ യാത്ര ചെയ്യുന്നു, ആക്സിഡൻറ്റ് റേറ്റ് കുറയുന്നു, വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് കുറയുന്നു. നമുക്ക് ഒരിടത്ത് പോയിട്ട് അവിടെ പോയി ലോക്കലായിട്ടുള്ള ടാക്സിയോ അല്ലെങ്കിൽ മെട്രോയോ ഒക്കെ പിടിച്ച് വീട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പം ഇതിന് അടിയന്തരമായിട്ട് ഇതിനെപ്പോഴും നമ്മൾ നോക്കേണ്ട 2 രീതിയാണ്. ഒരു ഗവൺമെൻറ് വരുമ്പോൾ ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം. ഈ ഷോർട്ട് ടേമിൽ എന്താണ് സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യണം. ഇപ്പോൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, നമ്മൾ വിഴിഞ്ഞം മുതൽ നമുക്ക് നാവായിക്കുളത്തുള്ള റോഡ് അടിയന്തരമായിട്ട് അതിനെ വികസിപ്പിച്ചെടുത്ത ശേഷം 2 സൈഡിലുള്ള ഏരിയയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അവിടെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി തയ്യാറായിരിക്കണം. കാര്യം വിഴിഞ്ഞം ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഈ അടുത്ത കാലത്ത് MSC ഷിപ്പിംഗുകാർ വിഴിഞ്ഞത്തിന് 13,000 കോടി രൂപയ്ക്കുള്ള ഒരു ഷെയർ ഓഹരി വാങ്ങിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും ലോകത്തുള്ള ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഈ ഓഹരി വാങ്ങിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഓഹരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വികസനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോകാൻ പോകുന്നത്, വലിയ രീതിയിലുള്ള വികസനം വരും. അപ്പോൾ നമുക്കിവിടെ ഗേറ്റ് വേ കാർഗോ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ 1000 കപ്പൽ കഴിഞ്ഞു, 15 ലക്ഷത്തോളം കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഗേറ്റ് വേ കാർഗോ തുടങ്ങേണ്ട ഒരു ടെക്നിക്കലായിട്ടും ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന് ഫോളോ അപ്പ് ചെയ്യാൻ ട്രാൻഡം ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി ഇതിന് പുറകെ നിൽക്കുന്നുണ്ട്. ആ മാറ്റങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്താൽ ഈ വരുന്ന മാസം, ഈ ജൂലൈയിൽ അല്ലെങ്കിൽ ഓണത്തിന് തൊട്ട് മുമ്പ് ഗേറ്റ് വേ കാർഗോ ഓപ്പറേഷൻസ് ആവും. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാർഗോയുടെ മൂവ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ CM പറയുന്ന പോലെ സമുദ്ര മിഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജി അദ്ദേഹം പറയുന്നു. സമുദ്ര മിഷൻ്റെ കോൺസെപ്റ്റ് നല്ല രീതിയിൽ കേരളത്തിൽ ഒട്ടാകെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഫോക്കസ് എപ്പോഴും വിഴിഞ്ഞം തന്നെ ആയിരിക്കണം. കാര്യം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് പോയാൽ ഇപ്പം കാലാകാലം നമ്മൾ കണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ പൂന എന്തുകൊണ്ട് അതൊരു IT മേഖല IT സെൻറ്ററായി മാറി? കാര്യം അവർ ഫോക്കസ് ചെയ്ത് ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. കേരളത്തിൽ വന്ന പ്രോബ്ലം എവിടെയാണ്? 1990-91 വന്ന ഒരു ടെക്നോ പാർക്ക്, അത് അന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് 20-25 ലക്ഷം കുട്ടികൾ ഇവിടെ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേനെ. അന്ന് ഭൂമി ഏറ്റെടുക്കാൻ വലിയ വിലയൊന്നുമില്ല, എത്രയോ ദൂരെ ആറ്റിങ്ങൾ വരെ കൊണ്ടുപോയി ഭൂമി ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫോക്കസ് ഇല്ലാതെ പോയതുകൊണ്ടും നമ്മൾ ഈ ഇരിക്കുന്ന കോൺസെപ്റ്റ് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുമാണ് നമുക്ക് ഒരിക്കലും ഇപ്പോഴും നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനത്തെ പോലെ നമുക്ക് എത്തിപ്പെടാൻ വരാതിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കണം, ഒരു IT പ്രോജക്റ്റ് പറഞ്ഞ് ആദ്യം ഓരോ മന്ത്രി വരുമ്പം പറയും ഇനി കുണ്ട്ര ഒരു IT പാർക്ക് വരും, അല്ലെങ്കിൽ ചേർത്തല ഒരു IT പാർക്ക് വരും, എറണാകുളത്ത് ഇൻഫോ പാർക്കുണ്ട്, പിന്നെ അങ്കമാലി ഒരു IT പാർക്ക് വരും, പിന്നെ അത് കഴിഞ്ഞാൽ കോഴിക്കോട്. അപ്പോൾ നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് പോകുമ്പം
ഈ IT പാർക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ഇല്ലാതെ പോയാൽ ഒരു IT പാർക്ക് വിജയിക്കത്തില്ല. അപ്പോൾ ആ സെയിം പ്രോബ്ലമാണ് നമ്മുടെ IT പാർക്കിന് വന്നിരിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ IT പാർക്ക് മൈസൂരിലൊന്നും പോയിട്ടില്ല. അവർക്ക് മൈസൂരുണ്ട്, മംഗലാപുരമുണ്ട്, ഒന്നും പോയിട്ടില്ല. എല്ലാ IT പാർക്ക് മൊത്തം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് കിടക്കുന്നത്. ചെന്നൈയിലും അതുപോലെയാണ്, ഹൈദരാബാദിലും അതുപോലെയാണ്, പൂനെയിൽ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം, ദാറ്റ് ഈസ് മിഷൻ സമുദ്ര, കോൺസെൻട്രേഷൻ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കണം, അത് വിഴിഞ്ഞത്ത് തന്നെ ആയിരിക്കണം. കാര്യം അത് മാറ്റിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും ഒരു മിഷൻ സമുദ്ര എന്ന് പറഞ്ഞ് അവിടെ ഓരോ സ്ഥലത്ത് ഹാർബർ തുറക്കാൻ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തെ എത്തത്തുമില്ല, നമുക്ക് അതിനകത്തുള്ള വികസനം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം ഡൈല്യൂഷൻ വരും. അത് മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ബഡ്ജറ്റ് ഞാൻ കണ്ടത്, നമ്മൾ സർക്കാർ മുന്നോട്ട് വെച്ചതും കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിലുണ്ടായിരുന്നത്, നമ്മളൊരു റെയർ എർത്ത് കോറിഡോർ എന്ന് പറയുന്നുണ്ട്. അപ്പം റെയർ എർത്ത് കോറിഡോറാണ് നമ്മൾ ആലപ്പുഴ മുതൽ കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ള ആലപ്പുഴ കൊല്ലം ഏരിയയിൽ റെയർ എർത്ത് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ 8% നമുക്ക് ഇന്ത്യയിലെ റെയർ എർത്ത് ഇരിക്കുന്നത് ഈ കോറിഡോറിലാണ്. റെയർ എർത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ എത്രയോ 5 ലക്ഷം കോടി രൂപ വരെയുള്ള നമ്മളെ കയ്യിലിരിക്കുന്ന റെയർ എർത്താണ് ഇവിടെ ഉള്ളത്. അപ്പം ആ റെയർ എർത്തിനെ നമുക്ക് മൈൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനല്ല ഞങ്ങൾ പറയുന്നത്. നമ്മളെ കയ്യിലടിക്കുന്ന റെയർ എർത്തിനെ എടുത്ത് അതിനെ വാല്യൂ അഡീഷൻ നടത്തി പ്രോഡക്റ്റാക്കി മാറ്റിയാൽ സംസ്ഥാന സർക്കാരിന് കിട്ടാവുന്ന വരുമാനവും ജോലി സാധ്യതയും കൂടും. അപ്പോൾ ഇന്ന് നമുക്ക് 5,07,000 രൂപയുടെ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിയ ശേഷം നമുക്ക് സർപ്ലസ് ആയിട്ടുള്ള വരുന്ന ഒരു റവന്യൂ ആയിരിക്കും ഈ റെയർ എർത്ത് കോറിഡോറിന് വരാൻ പോകുന്നത്. അതിനെ മൈൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നോക്കുക. അതിനെ നമ്മൾ മൈൻഡ് ചെയ്ത് എടുത്തിട്ട് നമ്മളതിനെ വാല്യൂ അഡീഷൻ ചെയ്ത് സംസ്ഥാന സർക്കാർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് അത് വലിയൊരു സാധ്യതയുണ്ട്. കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ മുട്ടയിടുന്ന താറാവുണ്ട്. ഈ താറാവിനെ മുട്ടയിടാനായിട്ട് അനുവദിക്കുക. ഇതിന് വിവാദത്തിൻ്റെ അകത്ത് കൊണ്ട് കയറ്റി ഈ താറാവ് ഇവിടുന്ന് ഓടിപ്പോകാനോ അല്ലെങ്കിൽ താറാവ് മുട്ടയിടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അതിന് നമുക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മുൻകൈ എടുത്ത് ഈ ചർച്ചയ്ക്കും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു ചർച്ചയും പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഇപ്പം വെള്ളപ്പൊക്കം ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കോർപ്പറേഷനായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ ഭാഗത്ത് മാലിന്യം മാറ്റുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പാർവതി പുത്തനാറിലുള്ള ഈ മാലിന്യം വരുന്ന അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ആക്കുളമിലേക്ക് എങ്ങനെ അതിനെ കുറച്ചുകൂടെ റീഫർബിഷ് ചെയ്ത് അതിനെ ഏറ്റവും റീജുവനേറ്റ് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ നല്ല സജീവമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കും. കാര്യം തലസ്ഥാനം എന്ന് പറയുമ്പം അതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനാണ്. സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ഇപ്പോൾ ആലപ്പിയുണ്ട്, നാഗർകോയിലൊക്കെ വരുമ്പോഴാണ് സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ. ഈ ക്യാപിറ്റൽ റീജിയൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, നമ്മൾ സ്റ്റേറ്റ് മൊത്തം വളരും. കാര്യം നമ്മൾ തലസ്ഥാനം വളർന്നാൽ മാത്രമേ സ്റ്റേറ്റ് വളരുള്ളൂ. തലസ്ഥാനം നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളെപ്പോഴും എവിടെയാണ് നമ്മൾ തലയിരിക്കുന്നത്, ആ തല നല്ല രീതിയിൽ തലസ്ഥാനം തല എന്ന് പറയുന്നത് തലസ്ഥാനം തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അതിന് കൊടുക്കേണ്ട കംപ്ലീറ്റ് ന്യൂട്രീഷനായിട്ട് കൊടുത്താൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ വിൽ ബി ദ ഡ്രൈവർ ഓഫ് ദി ഇക്കണോമി ഓഫ് ദി സ്റ്റേറ്റ്. അത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും.